Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Good afternoon all. Prayer പറഞ്ഞു കേട്ടോ. Good afternoon, dear God. Thank you for this new day and opportunity to learn. When we get into this classroom, you should have with us. Please guide our mind and heart as we engage in this class. Move all obstacles in our mind and help us understand the teacher sharing. Thank you. Thoughts, ma'am. പറഞ്ഞോടാ. The roots of education are bitter, but the fruit is sweet. Aristotle. Thank you. Then signing. Good afternoon to everyone. Ma'am, let me tell you one thing. Today, 6 students are here. In our group, 100 students are there, but now every day each student is reduced. We can understand more things when we watch a live class, but when we watch a recorded class, we will have some difficulty in understanding. So let's try to get into class as much as possible. Thank you. Okay. Let us begin class by praying in the name of God that today's class will be filled with the joy and stepping stone to our success in the future. I would like to extend a warm welcome to our respected teacher and our beloved students who have joined us here. Let us welcome our great Aparna ma'am to today's class. Ma'am, on past class, we started a new chapter, Child Development and Growth. Thank you. ഓക്കെ. ദീപ എന്തെങ്കിലും പറയാനുണ്ടാടാ? അത് ഞാൻ ന്യൂസ് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതാ അവിടെ കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ ചെയ്തു എന്ന് സൈനിങ് ദീപ ആയിരിക്കും. സോറി. അശ്വതിമ പറഞ്ഞായിരുന്നു ന്യൂസ് വായിക്കണമെന്ന് ഇന്നും ക്ലാസ്സിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. മേ ബി ന്യൂസ് റീഡ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ റീഡ് ചെയ്തോടാ. അത് തോട്ട് ഫിക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന പാർട്ടിലെയാണ്. ഇതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പാർട്ടിൽ നിന്ന് ആരെങ്കിലും എടുക്കാം ചാപ്റ്റർ? എടുത്തിട്ടില്ലാലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അതെ. ഷെയർ ചെയ്യാട്ട ചാപ്റ്റർ. എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്ന് മാത്രമാണോ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? നമ്മള് ഡിഫറൻസ് പറഞ്ഞോ? ടേബിള് പറഞ്ഞില്ല, ഡിഫറൻസ് പറഞ്ഞു. ഫ്രണ്ടിൽ റീഡ് ചെയ്തോ? ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റീഡ് ചെയ്തോ? ഇല്ല ഇല്ല. ഓക്കെ, ചെറുതായിട്ട് തോട്ട് റിഫ്ലക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ വായിക്കാം മിസ്. ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ? അതെ അതെ. Growth and development. Human development is a lifelong process which is connected with the physical, behavioral, cognitive and emotional growth and change. In the early stages of life, from babyhood to childhood to adolescence and adolescence and adulthood, tremendous changes take place. Although
the process each person develop and attitude and values that guide choice, relationship and understanding. ഓക്കെ That നമ്മള് ഓക്കേടാ ഫസ്റ്റ് okay. എക്സ്പ്ലെയിൻ Ah, ചെയ്തിട്ടുണ്ട്. okay. Okay. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഗ്രോത്ത് ഒരു ഏജ് കഴിയുമ്പോൾ എന്താവും, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും ഇല്ലേ? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രോത്തിനെ കുറിച്ച്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്രോത്ത് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ആണ്. ഇപ്പൊ നമ്മുടെ ഹൈറ്റിന്റെ കാര്യമായാലും ഇപ്പൊ എന്താണ്, ഒരു നമ്മൾ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ആയി. പക്ഷെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അങ്ങനെയല്ല, ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മൾ എത്ര നാളാണോ നമ്മുടെ ലൈഫ് ലോങ് എന്ത് നടക്കുന്നുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇത് എന്തെല്ലാമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? നമ്മുടെ ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആയിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോ സ്റ്റേജിൽ കുട്ടീനെ കുറിച്ചാണെങ്കിൽ പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്, ഇൻഫന്റ് സ്റ്റേജ് മുതൽ ചൈൽഡ്ഹുഡ് വരെ, പിന്നെ ചൈൽഡ്ഹുഡ് ടു അഡോളസെന്റ് ഏജ്, അഡോളസെന്റ് ഏജ് ടു അഡൾട്ട്ഹുഡ്. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലെ? ബേബിഹുഡിലാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആരും വരുമ്പോ തന്നെ എന്താണ്, നടക്കാനായിട്ട് ഓക്കെ ആയിട്ടല്ല വരുന്നത്. ആദ്യം നമ്മൾ എന്താണ്, കുട്ടിക്ക് നമുക്കൊന്നും അനങ്ങാൻ പറ്റില്ലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഓടിച്ചാടി നടക്കുന്ന ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ബേബിഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫൻസി എന്ന് പറയുന്ന പീരീഡിൽ ഒത്തിരി ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഒരു കുട്ടി കമന്ന് വീഴുന്നു, അതേപോലെ മുട്ടിലിഴയുന്നു, ഇരിപ്പുറയ്ക്കുന്നു, ദെൻ പിന്നെന്താണ്, മുട്ടിലിഴയുന്നു, ഇരിപ്പുറയ്ക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, പിച്ച വെച്ച് നടക്കുന്നു, നല്ല സ്പീഡിൽ നടന്നു തുടങ്ങുന്നു, സ്റ്റെയർ കയറാൻ തുടങ്ങുന്നു. അങ്ങനെ ഒത്തിരി മാറ്റങ്ങളാണ് വരുന്നുണ്ട് ആ ഒരു ഒരു 1.5 വയസ്സിനുള്ളിൽ തന്നെ. അത് കഴിഞ്ഞ് ഇത്രയും ഒത്തിരി ചേഞ്ചസ് പിന്നെ സംഭവിക്കുന്നത് അഡോളസെന്റ് ഏജിലാണ്. നമ്മള് ചൈൽഡ്ഹുഡിൽ കണ്ടൊരു കുട്ടീനെ പിന്നെ അഡോളസെന്റ് ഏജിൽ കാണുമ്പോ, ടീനേജിൽ കാണുമ്പോ നമുക്ക് പെട്ടെന്ന് എന്ത് മാറ്റാ വന്നേ നമ്മൾ പറയില്ലേ? ആൺപിള്ളേരാണെങ്കിൽ കട്ട താടിയൊക്കെ വന്നിട്ടുണ്ടാവും, നല്ല അവർ സൗണ്ടിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, ഹൈറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടാവും. പെൺകുട്ടികളിലും ഒരുപാട് ഫിസിക്കലി ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലൈഫ് ലോങ് ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഒരു ഭാഗം മാത്രമാണ് എന്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗോ ത്രൂ ദ പ്രോസസ് ഈച്ച് പേഴ്സൺ ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ. നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഓരോ വ്യക്തികളും അവരുടെ വാല്യൂസും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യും. ഹലോ, ഈ ഒരു ടോപ്പിക് തൊട്ടടുത്തുള്ള ഷെഡ്യൂളും പഠിപ്പിച്ചതായിരുന്നു. ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് എക്സ്പ്ലനേഷൻ തന്നായിരുന്നു. ടേബിൾ എടുത്തതാണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടേബിൾ ആണ് പറഞ്ഞു പോയത്. സെക്കൻഡ് പേജ് ഇതെടുത്തിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പേജിലേക്ക് വരാറ്. കുഴപ്പമില്ല മിസ് ആദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ടേബിളാ പറഞ്ഞു തന്നെ ആദ്യം. അതെ, ഞാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തിട്ടാണ് ടേബിൾ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മറ്റേത് പറയാവുന്ന പറഞ്ഞു. അപ്പൊ സെക്കൻഡ് പേജ് എടുത്തിട്ടുണ്ട്, പേജ് ഫസ്റ്റ് പേജ്. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പേജ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഡേ എടുത്തതൊക്കെ. റീഡ് ചെയ്തിട്ട് മീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് മുതലാണ് എടുക്കേണ്ടത് അല്ലെ? അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഗ്രോത്ത് എങ്ങനെയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഗ്രോത്ത് ഒരു ഏജ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, അവിടെ സ്റ്റോപ്പ് ആവാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിലേക്കാണ് വരുന്നത്. അതിന് ഒരാളൊന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. പോയിന്റ്സ് ഓരോന്ന് റീഡ് ചെയ്ത് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞോളാം. ഓരോ പോയിന്റ് കഴിയുമ്പോൾ എക്സ്പ്ലനേഷൻ പറയാം, അങ്ങനെ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, ആദ്യം റാണി വായിക്കും 5 പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ട് വായിച്ചു. Principles of development. Development help us to provide age-appropriate tasks to children.
ഓക്കെ, 1 മിനിറ്റ്. നമ്മൾ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം ഇന്ന ഏജിൽ ഓരോ കുട്ടിക്കും ഇന്ന ടാസ്കുകൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. അപ്പൊ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്താ പറയാ, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭടന്മാർ തയ്യാറാക്കുന്ന പോലെയാണ് ഓരോ കുട്ടീനെയും തയ്യാറാക്കി അമ്മമാരെ എന്ത് ചെയ്യുന്നത്, സ്കൂളുകളിലേക്ക് വിടുന്നത്. അതിന്റെ ബാഗ് എന്ന് പറയുമ്പോൾ ബാഗ് വരുന്നു, ബോക്സ് എന്ന് പറയുമ്പോൾ ബോക്സ്, ടിഫിൻ ബോക്സ്, ബുക്സ്, പെന്ന്, ഷൂ, ടൈ എല്ലാം ഒറ്റയടിക്ക് വരാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയാക്കി, എന്തോ ഒരു യുദ്ധത്തിന് പോകുന്ന പഠനം നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി വരുന്നത് അതേപോലെ നമ്മൾ വിടുന്നത്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞ കുട്ടീനെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് അവന്റെ ഏജിനനുസരിച്ച് അവന്റെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അവനറിയാൻ പറ്റില്ലേ, അത് അവനെ കൊണ്ട് ചെയ്യിക്കാം. ടിഫിൻ ഡബ്ബ ബാഗിലേക്ക് എടുത്ത് വെക്കുക. ടിഫിൻ പാക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കും, എന്നാലും അത് ബാഗിലേക്ക് എടുത്ത് വെക്കാനായിട്ട് അവർ ചെയ്യട്ടെ. വാട്ടർ ബോട്ടിൽ എടുക്കാൻ അവർ പഠിക്കട്ടെ. ഷൂ ലേസ്, അതേപോലെ തന്നെ ടൈ കെട്ടാനൊക്കെ അവർ തനിയെ പഠിക്കട്ടെ. ഇതെല്ലാം അവരുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് തന്നെ മാക്സിമം ചെയ്യിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് Development help us to know what to expect of a child and when to expect it. നമ്മൾ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ആ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് ടൈമിൽ അത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് നമുക്ക് ഇന്ന ടൈമിൽ അത് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ കുറച്ചും കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ പെരുമാറുന്നതും ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ സ്വയമേ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ അവൻ ആ ഡെവലപ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ തീരെ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ പോലും അവൻ നമുക്ക് വേണ്ടിയിട്ട് മെഡിസിനോ കുഞ്ഞിക്കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 10 ഇയേഴ്സിലാക്കാം. ആ ഒരു ഏജിൽ അവൻ കാണിക്കുന്ന പക്വത കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവൻ ഡെവലപ്ഡ് ആയി, മെച്ചുവേർഡ് ആയി. ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, നമുക്ക് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ്, Development help us to make children ready for the changes that occur in place of their body, interest, behavior, and their environment. ഓക്കെ, ഡെവലപ്മെന്റ് കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യത്തിലാണ് നമുക്കറിയാം, ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഒത്തിരി മാറ്റങ്ങൾ അവരുടെ ബോഡി, നമുക്ക് അഡോളസെന്റേജിലേക്ക് വരുമ്പോൾ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് റാപ്പിഡ് ആണെന്ന് പറയും. ചേഞ്ചസ് പെട്ടെന്ന് സംഭവിക്കുകയാണ്, ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ. അതേപോലെ അവരുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അറിയാലോ, ഓരോ ടൈമിൽ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. സോ ആ ഇൻട്രസ്റ്റ് അനുസരിക്കുമ്പോൾ അല്ലെങ്കിൽ മാറുന്നത് നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടാണ്. പിന്നെ ബിഹേവിയർ, അവരുടെ ചുറ്റുപാടിലുള്ള മാറ്റങ്ങളെല്ലാം ഈ ഡെവലപ്ഡ് ആവാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുറ്റുപാടിലുള്ള മാറ്റങ്ങള്, അവരുടെ ബിഹേവിയറിലുള്ള മാറ്റങ്ങള്, അവരുടെ ഇൻട്രസ്റ്റിലുള്ള ചേഞ്ചസ്, അതേപോലെ ഫിസിക്കൽ ചേഞ്ചസും അവരുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Development helps in early identification. എന്താ മിസ്സേ? Early identification of any returned development. അല്ല എന്തോ പറഞ്ഞ മാറ്റി തോന്നിക്കേ. വയ്യാത്തോണ്ടാ, സോറി. ഓക്കെ, ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടേൺഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഡെവലപ്മെന്റ് ആണ് നമ്മളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ചെയ്യുന്നത്. എന്ത് കാര്യത്തിലാണ് നമ്മുടെ ഡെവലപ്മെന്റ് മന്ദഗതിയിലാണോ എന്ന് നോക്കുന്നത് എങ്കിൽ കൂടെയാണ് ഡെവലപ്മെന്റിലൂടെയാണ്. ഒരു കുട്ടി 2.5 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ പ്രോപ്പർ ആയിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വീക്കാണ്. ഇനി ഒരു കുട്ടി നല്ല പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, 1.5 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ നടപ്പത് ശരിയായിട്ടില്ല, ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഫിസിക്കൽ ഡെവലപ്മെന്റ് വീക്കാണ്. അപ്പൊ നമ്മൾ ഈ ഡെവലപ്മെന്റ് ഇന്ന സ്റ്റേജസിൽ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റിൽ മന്ദഗതി ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സ്ലോ ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ, സ്ലോ ലേണേഴ്സിനെയൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സുബിത അല്ലേ? റീഡ് ചെയ്തോളാം. Development is continuous and it involves changes.
ഡെവലപ്മെന്റ് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതിൽ മാറ്റങ്ങൾ വരും. ഒരു കുട്ടിക്ക് വരുന്ന ഡെവലപ്മെന്റ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് വരുന്നത്. അവന്റെ എക്സ്പീരിയൻസും അവന്റെ അനുഭവങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ എക്സ്പീരിയൻസ് തന്നെ അടുത്ത കുട്ടിക്ക് വേണമെന്നില്ല. അപ്പൊ ചില കുട്ടികള് പെട്ടെന്ന് മെച്ചുവേർഡ് ആയിട്ട് തോന്നാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു വീട്ടിലെ മൂത്ത മോളായിട്ട് ജനിക്കുകയാണെങ്കിൽ ഇളയ കുട്ടികളെക്കാളും കൂടുതൽ മെച്യൂരിറ്റി ആർക്കുണ്ടാവും? മൂത്ത കുട്ടികൾക്ക് ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചും കൂടി എന്താണ് പക്വതയോട് കൂടിയായിരിക്കും എടുക്കുന്നത്. സോ ഇൻവോൾവ് ചേഞ്ചസ് ഓരോ കുട്ടിക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓരോ വീട്ടിലും ഓരോ സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ പോലും എന്തെന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പോ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് ഇൻവോൾവ് ചേഞ്ചസ്, മാറ്റങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് അറിയതേ Development is successive. ആണ്. നമുക്ക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ത്രൂ എക്സ്പീരിയൻസ് ടു പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. Early development is more vital than later development. ഓക്കെ, 1.5 വയസ്സ് 1 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരാരൊക്കെയുണ്ട് ഇവിടെ? എനിക്കുണ്ടാ? ഓക്കെ, ആ ഏജിലുള്ള കുട്ടികള് ഉള്ളവരായിരിക്കുമല്ലോ ആ ഏജ്. ഓക്കെ, 1.5 വയസ്സിലൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മമാര് ആയവരാണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, 1 വയസ്സ് കഴിയുമ്പോഴേക്കും എല്ലാവരും ചോദിച്ചു തുടങ്ങും, കുട്ടി നടന്നു തുടങ്ങിയ ഇല്ലേ? കേട്ടിട്ടുണ്ടാവില്ല ചോദ്യം? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. 1 വയസ്സായപ്പോഴേക്കും ബർത്ത്ഡേ ആഘോഷിച്ചപ്പോ തന്നെ പറഞ്ഞു തുടങ്ങി, എന്താ കുട്ടി നടന്നു തുടങ്ങിയ കുട്ടി? എല്ലാവരും ചോദിക്കും, കാണുന്നവരൊക്കെ ചോദിക്കാം. ഞാൻ ആലോചിക്കും, എന്താ പറയുക, എന്റെ കുട്ടി നടക്കണത് ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഏർലി ഡെവലപ്മെന്റ് ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള പാർട്ട്. എനിക്കറിയാം 1.5 വയസ്സിനുള്ളിൽ നടന്നാൽ മതി, പ്രോപ്പർ ആയിട്ട് ഒരു കുട്ടി 1.5 വയസ്സിനുള്ളിൽ നടന്നാൽ മതി. പക്ഷെ അവര് അതിന് ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് നേരത്തെ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യണം എന്നുള്ളൊരു മീനിങ്. അപ്പൊ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴും ഡോക്ടർ ചോദിക്കും, അവൻ നടന്നു തുടങ്ങിയോ എന്ന്. 1.5 വയസ്സാന്നൊക്കെ പറയുമ്പോ ഞങ്ങള് ചോദിക്കാറുണ്ട്, ഫിസിഷ്യൻ ചോദിക്കാറുണ്ടായിരുന്നു, നടന്നു തുടങ്ങി അവൻ എന്ന് ചോദിക്കും. എന്ന് പറയും, പതുക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെന്താണ്, ഏർലി ഡെവലപ്മെന്റ് കുറച്ച് വൈറ്റലാണ്. പിന്നീടുള്ള ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യ സ്റ്റേജസ്. നമുക്കറിയാലോ, ഫൗണ്ടേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് ഓക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫൗണ്ടേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഏർലി ഡെവലപ്മെന്റിന് കുറച്ചും കൂടി മോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നീടുള്ള ഡെവലപ്മെന്റ് നോർമലാണ്, ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏർലി ഡെവലപ്മെന്റ് കറക്റ്റ് ടൈമിലായിരിക്കണം ഓരോ കുട്ടികൾക്കും വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോട്ടോ. Development is the product of maturation and learning. മെച്യൂരിറ്റൈസേഷൻ ആൻഡ് ലേണിംഗിന്റെ പ്രൊഡക്റ്റ് ആണ് ഡെവലപ്മെന്റ്. നമ്മൾ മെച്യൂരിറ്റി അക്യൂർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ലേണിംഗിലൂടെയാണ് ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടി മെച്ചുവേർഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അവനെന്താ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പറയാറുണ്ട്, ചില കുട്ടികള് നമ്മളിപ്പോ ഒരു ലേണിംഗ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അവര് നല്ല പക്വതയോട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അവർക്ക് ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് കൂടുതലാണ് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, പക്ഷെ അവന് എന്തുണ്ടാവുന്നില്ല, ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. അപ്പൊ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗിന്റെയും മെച്യൂരിറ്റൈസേഷന്റെയും ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. മെച്യൂർഡ് ആണെങ്കിൽ മേ ബി ഡെവലപ്മെന്റിന്റെ അനദർ നെയിമാണ് മെച്യൂരിറ്റി. ഓക്കെ, അനദർ നെയിം എന്താണ്? ഡെവലപ്മെന്റിന്റെ മെച്യൂരിറ്റി എന്നാണ്. അത് എഴുതിട്ടേക്കട്ടോ. അനദർ നെയിം ഓഫ് ഡെവലപ്മെന്റ് ഈസ് മെച്യൂരിറ്റി. എവിടെയോ പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോട്ടോ. There are individual difference in development. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു വീട്ടില് സെയിം സാഹചര്യത്തിൽ വളർന്നു വരുന്ന 2 കുട്ടികൾ, ഒരാള് മൂത്താണ് ഒരാള് ഇളയാണ്. ഈ 2 കുട്ടികളുടെ ഡെവലപ്മെന്റ് ഒരേപോലെ ആവണോ? ഇല്ല. അല്ലായിരിക്കണം. ഇപ്പൊ മൂത്ത കുട്ടി ചിലപ്പോ കുറച്ചുകൂടി പക്വതയോട് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോ ഇളയ കുട്ടി കുറച്ച് ലേസി ആയിരിക്കും, ആ മടിയിൽ എടുക്കാറ് എല്ലാ കാര്യം ചെയ്ത് കൊടുക്കാൻ ആരുടെ മൂത്ത കുട്ടിയുണ്ട്. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഡെവലപ്മെന്റിലുണ്ട്. ഒരു വീട്ടിലെ ചില സാഹചര്യം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇൻഡിവിജ്വലി എന്താണ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെയിം ഏജിലുള്ള കുട്ടികളിൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും ഡിഫറൻസ് കാണിക്കാറുണ്ട്. ഇനി അടുത്തത്
ലാസ്റ്റ് പോയിന്റ്. The child develops as a unified whole. അത് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ഇതാണ്, മൊത്തത്തിലുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള കാര്യം പറയുന്നത്. സാധാരണ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ബിഹേവിയർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കൊഗ്നിറ്റീവ് വിജ്ഞാനപരമായിട്ടുള്ള ഡെവലപ്മെന്റ് വരുന്നുണ്ട്, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, എല്ലാ ഡെവലപ്മെന്റും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. എല്ലാവരും റീഡ് ചെയ്തോ? യെസ് മാം. ക്ലിയർ ആണോ? Yes, ma'am. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, എന്ന് വെച്ചാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവിടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ. ആദ്യം പറയുന്നത് ഹെറിഡിറ്ററി ഫാക്ടർ ആണ്. ഹെറിഡിറ്ററി ഫാക്ടറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കിൻ ടോണ്, ഹെയർ, ഐയം, നോസ്, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സ് ഒക്കെ എന്താണ് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കൈമാറ്റം കിട്ടുന്നതാണ്. ഇപ്പൊ എന്നെ ഒരാൾ കാണുകയാണെങ്കിൽ ഇന്ന ആളുടെ മോളാന്ന് പറയുമ്പോ ഈ അച്ഛനെ പോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അച്ഛന്റെ മൂക്കാണ്, കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കാരണം? നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടർ ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ പറയുന്നത് ഹെറിഡിറ്ററി ഡിസീസുകളാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ കൈമാറി കിട്ടാറില്ലേ? ഓക്കെ, എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ അസുഖമാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. എന്റെ അനിമാർക്കൊക്കെ തൈറോയ്ഡ് ഉണ്ടായിരുന്നു. സോ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അസുഖമാണ് തൈറോയ്ഡ്. ചിലവർക്ക് ആസ്മ കിട്ടാറുണ്ട്. അങ്ങനെ എന്താണ് ഷുഗർ, ഡയബറ്റിക്, അതെ അതെ, ഡയബറ്റിക്സ് അത് വരും. പിന്നെ വേറെ എന്തെങ്കിലും? കരൾ രോഗം കിട്ടുമോ? കരൾ രോഗമോ? മേ ബി അത് ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതെന്റെ മിസ്സേ വരുന്നുണ്ട്. അത് വരുന്നുണ്ടോ? വരുന്നുണ്ട്, അത് ഡോക്ടർ പറഞ്ഞിരുന്നു. ഓക്കേടാ. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ, നട്ടലിനൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ അതും അങ്ങനെ ഉണ്ട് എന്ന് എന്റെ ഡൗട്ട് ഉണ്ട്. എന്റെ അമ്മയുടെ ഫാമിലീസിനൊക്കെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അതേമാതിരി ഇപ്പൊ എനിക്കും എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സിനൊക്കെ ഉണ്ട്, മിക്കവർക്കും ഉണ്ട്. അതുപോലെ പിന്നെ എനിക്കും ഉണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങള്. തൈറോയ്ഡ് കേട്ടിട്ടുണ്ട്, ഡയബറ്റിക് കേട്ടിട്ടുണ്ട്. ക്യാൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാരമ്പര്യമായിട്ട് കൈമാറുന്നു. അത് കേട്ടിട്ടുണ്ട്. ക്യാൻസർ വരും പാരമ്പര്യമായിട്ട്. ക്യാൻസർ, മൈഗ്രെയിൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ കുറിച്ച് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടോ? അലർജീസ് കിട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ പാരന്റ്സിന് ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അതേ അലർജീസ് വരാനുള്ള സ്കിൻ അലർജിയിൽ മെയിൻ ആയിട്ട്. ഇപ്പൊ എന്റെ പാരമ്പര്യമായിട്ട് വരും മിസ്. എന്റെ മോൾക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ചോദിച്ചു അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടോന്ന്. അപ്പൊ അതങ്ങനെ പാരമ്പര്യമായിട്ട് ചിലവർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ വരാം. പിന്നെ ഏതൊക്കെയാണ്? തിരിച്ചല്ലേ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട്
ഇതെല്ലാം നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ചുറ്റുപാടുമുള്ള ഫാക്ടേഴ്സ്. അതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രീനെന്റൽ ഫാക്ടേഴ്സും പോസ്റ്റ് നെന്റൽ ഫാക്ടേഴ്സും. പേര് കേൾക്കുമ്പോൾ ഇതൊന്നും ആവണ്ട. പ്രീനെന്റൽ എന്ന് വെച്ചാൽ പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥ. എന്താണ് പ്രീനെന്റൽ ഫാക്ടേഴ്സ്? പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. പോസ്റ്റ് നെന്റലോ പ്രസവാനന്തരം. എന്താ പറയാ? പ്രസവാനന്തരം. അപ്പൊ പ്രസവത്തിന് മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രസവത്തിന് ശേഷം എങ്ങനെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മൾ പറയും, നമ്മൾ സാധാരണ പറയാറില്ലേ, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അത്യാവശ്യം സന്തോഷത്തോടെ തന്നെ ഇരിക്കണം എന്നൊക്കെ. അവരെ കാണാൻ പോകുമ്പോ നമ്മൾ ലഡുവും ജിലേബിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണതിന് വേണ്ടിയിട്ടാണ്. അവരെ കുറച്ചു നേരത്തേക്കെങ്കിലും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് ആൾക്കാർ അതൊക്കെ ചടങ്ങിന്റെ രൂപത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ കുറച്ചു നേരത്തെങ്കിലും ഹാപ്പി ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ആ കുട്ടിയുടെ ആ ഒരു പീരീഡ് ഓഫ് കൺസെപ്ഷൻ ടു ഡെലിവറി വരെയുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. നോക്കാം. ഓക്കെ. പിന്നെ പോസ്റ്റ് നെന്റൽ, ഡെലിവറിക്ക് ശേഷം ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, അതിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്, അതേപോലെ സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതെല്ലാം അവന്റെ എന്താ പറയാ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആരത് വായിക്കുന്നത്? വായിക്കാത്ത ആരെങ്കിലും വായിക്കട്ടോ. ശാലിനി. Factors of the human. Factors that affect growth and development. Okay. Factors that affect growth and development. The main factors that affect growth and development are heredity and environment. First one, hereditary or genetic factor. Physical features, color of the skin, eyes and hair, shape of nose and ears, the like. B, sex. C, hereditary diseases. Second one, environmental factors. A, prenatal. B, postnatal. Montessori is in line with modern psychologist who acknowledges the influence of both the nature and nature. She writes about the inherited characteristics and predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. One minute. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞതാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഹെറിഡിറ്ററി ഫാക്ടേഴ്സും. അതിന് പാരമ്പര്യമായി കൈമാറ്റം കിട്ടുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഹെറിറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇമോഷണൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഫുൾ ക്യാരക്ടർ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ബിഹേവിയർ ഡെവലപ്മെന്റിന് എന്താണ് എൻവയോൺമെന്റൽ കണ്ടീഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് പ്രീനെന്റൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. മെറ്റേണൽ ഹെൽത്ത്. ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കോട്ട് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു കുട്ടി ജനിക്കുമ്പോൾ അവിടെ ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കൂടിയാണ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? ആ ഡയലോഗ് മുമ്പുള്ള സീൻ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മെറ്റേണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമന്റെ മെറ്റേണൽ ഹെൽത്ത് ആ ഒരു പീരീഡിൽ ആ ഒരു വുമന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈമില് നമുക്ക് പോസ്റ്റ് ഡിപ്രഷൻ, അതേപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെങ്കിൽ കുട്ടികളോട് നമുക്ക് ദേഷ്യം തോന്നുക, അങ്ങനെ ഒരുപാട് അവസ്ഥയിലൂടെയാണ് കുറെ അമ്മമാര് എന്ത് ചെയ്യുന്നത് ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ചിലവർക്ക് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നും ഒരുപാട് സ്ത്രീകളുടെ ഈ ഒരു പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല. ഹസ്ബൻഡ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ അമ്മമാരാവട്ടെ ആരും എന്ത് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. മെറ്റേണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയില്ലേ, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് കരയാണെങ്കിൽ അവിടെ വിഷമിക്കുന്നത് ആരും കൂടിയാണ്, കുട്ടിയും കൂടിയാണ് അവിടെ വിഷമിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, പ്രഗ്നൻസിയുടെ സമയത്ത് മദറിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി മദേഴ്സ് റെഡിനെസ് ടു ഹാവ് എ ചൈൽഡ്, അമ്മ റെഡിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആ കുട്ടീനെ ഗർഭം ധരിക്കാനായിട്ട് ആ അമ്മ റെഡി ആണോ, ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ആ കുട്ടിനോട് ദേഷ്യം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില ആ ഒരു റെഡിനെസ് ഇല്ലെങ്കിൽ നമുക്ക് ആ കുട്ടിനോട് ദേഷ്യമായിരിക്കും. അപ്പോൾ അത് അവന്റെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഫിസിക്കൽ ഡിഫക്ട്സുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കണം അമ്മമാർക്ക്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ എന്താ പറയാ, ഗവൺമെന്റ് എന്താ പറയാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ല, എന്നാലും അംഗനവാടി വഴിയൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഉണ്ടോ അങ്ങനൊരു ഇത്? ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആണോ? അപ്പൊ സൂചി, ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. ആണല്ലേ. ഞങ്ങളുടെ ഇവിടെ ഗോതമ്പ്, ചെറുപയറ്, ശർക്കര അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പൊ ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻസ് അമ്മ ഫുഡ് കഴിച്ചാലാണല്ലോ കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻസ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ എന്താ പറയാ രാജ്യത്തിന്റെ എന്താണ് പറയാ അമൂല്യ നിധികളാണ് വളർന്നു വരുന്ന ഓരോ കുട്ടികളും. അവർക്ക് ജനിക്കുന്നതിന് മുമ്പേ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പ്രീനെന്റൽ ഫാക്ടേഴ്സ്, ഈ ഡ്രഗ്സും ആൽക്കഹോൾ ഇൻടേക്കാണ് അടുത്ത പോയിന്റ്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡ്രഗ്സോ ആൽക്കഹോളോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അബോർഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്രഗ്നൻസി അബോർട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഓർ മേ ബി എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലും ഡിഫക്ട്സ്, കുട്ടിക്ക് ഡിഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കാര്യം പഠിച്ചില്ലേ, ആ സമയത്ത് പറഞ്ഞില്ലേ ഡ്രഗ്സും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മളവിടെ പഠിച്ചില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഇനി ആക്സിഡൻസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിരുന്നത് കുട്ടീനെ അഫക്ട് ചെയ്യാൻ ചാൻസ്. ഇപ്പൊ അമ്മ പോയിട്ട് വയറ് പോയി ഇടിച്ച് വീഴാം അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ ആ ഡിഫക്ട്സ് കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പറയാ, ചിലവർക്ക് ഡിഫക്ട്സ് ആണെങ്കിൽ ജന്മനാള അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചതായിരിക്കും. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം, എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. എന്താന്ന് വെച്ചാല് എന്റെ അമ്മ എന്റെ അനിയത്തിനെ കൺസീവ് ചെയ്തിരുന്ന സമയത്ത് അമ്മ ഒരു പ്രാവശ്യം വീണു, ചെന്ന് കട്ടിൽ എന്തോ ഇടിച്ചു വീണത്. അപ്പൊ അങ്ങനെ വീണു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു സ്കാനിങ് ഒരു 10-25 വർഷം മുമ്പ് സ്കാനിങ് ഒന്നും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല അല്ലെ. 9 മാസം 8 മാസം 9 മാസം ഉള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വീണല്ലോ. അപ്പൊ എന്താ പറയാ, വേറെ കുഴപ്പമൊന്നുമില്ല, പെയിനൊന്നും അമ്മയ്ക്ക് കുറച്ചു നേരം വേദന തന്നു, പിന്നെ അത് മാറി. അപ്പൊ അമ്മ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം അനിയത്തിയുടെ കാലിന് ഒരു വളവുണ്ടായിരുന്നു. ഒരു വളവെന്ന് വെച്ചാല് ഒരു കാല് ഇങ്ങനെയാണെങ്കിൽ ഒരു കാല് ഇങ്ങനെ ഇരിക്കുള്ളൂ, എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. കാലിന്റെ പാതാണ്, ഒരു പാത ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പാത ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോ എന്റെ അച്ഛൻ പറയണത്, അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് വൈദ്യനാണ്. വെച്ചാൽ ഇങ്ങനെ പണ്ട് കുഴമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയും അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒഴിച്ചിലും അതിന്റെയൊക്കെ ഇതായിരുന്നു. അപ്പോ അച്ഛൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവളുടെ കാല് നല്ല രീതിയിൽ ഒഴിഞ്ഞു. ഇന്നത്തെ ഫിസിയോതെറാപ്പിയാണ്, പണ്ടത്തെ ഒഴിച്ചിൽ എന്ന് പറയും. അങ്ങനെ ചെയ്ത് ആളുടെ കാല് ഇപ്പൊ നമ്മൾ നോർമലി കാണുന്ന പോലെ ഇങ്ങനെ തന്നെ ഉള്ള 2 കാലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ ആൾക്ക് ഒരു കാലിന് വലിപ്പം കൂടുതലും ഒരു കാലിന് വലിപ്പം കുറവാണ്. ഞങ്ങള് എന്താ പറയാ
അടുത്തുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഷൂ ഒന്നും പാകാവില്ല. കാരണം ഒരു കാല് ഫിറ്റ് ആണെങ്കിൽ അടുത്ത കാല് ഫിറ്റ് ആയിരിക്കില്ല. ജസ്റ്റ് സൈസ് വേണം അവർക്ക്. പക്ഷെ ആ ടൈമിൽ സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് മൂലം ആണ് എന്ത് സംഭവിച്ചത്, ആ ഒരു ഡിഫക്റ്റ് വന്നത്. അപ്പോ അച്ഛനത് അറിയാവുന്നത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഇടപെടുകയും അത് എന്ത് ചെയ്യാൻ നോക്കി, കുറയ്ക്കാനായിട്ട് നോക്കി. അച്ഛൻ പറഞ്ഞ ഡയലോഗാണ് കേട്ടോ, പെൺകുട്ടിയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരാ ഇവിടെ കൊണ്ടുപോവാ, കല്യാണം കഴിച്ചുകൊണ്ട് കൊടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. നല്ല കാര്യമാണ്. കാരണം നമ്മള് കുഞ്ഞിന്റെ കാലം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഇത്രയും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒഴിയാനൊന്നും സമ്മതിക്കില്ല ഇന്നത്തെ അമ്മമാര്. പക്ഷെ അന്ന് ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് അവളുടെ കാലം അങ്ങനെ ശരിയായി. കാരണം ആ സമയത്ത് നമ്മുടെ എന്താ പറയാ ബോഡി ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ആ സമയത്ത് നമ്മുടെ എന്താ പറയാ ബോൺസ് ഒക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് വളർന്നു വരുന്നുള്ളൂ. കറക്റ്റ് ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ ഒരു ഡിഫക്റ്റ് പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പൊ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീനെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. പ്രഗ്നൻസിക്കും പ്രസവത്തിനും മുമ്പ് അമ്മയുടെ എന്താ പറയാ കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മെറ്റേണൽ ഹെൽത്ത്, മദേഴ്സ് physical and mental state, mother's readiness to have the child, nutrition, drugs and alcohol intake, and accidents. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ ജനിക്കുന്നതിന് മുമ്പ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സിലേക്ക് വരാം. ഓക്കെ, പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കൂടെ ക്വസ്റ്റ്യൻ. പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് ഫിസിക്കൽ and social and emotional and intellectual environment. Maybe ഇങ്ങനെയും ചോദിക്കാം, which of the following is not included in postnatal factors? Physical environment ഉണ്ടാവും, social environment ഉണ്ടാവും, intellectual environment ഉണ്ടാവും, maybe maternal health ഉണ്ടാവും. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ വരുന്നത് പല രീതിയിലായിരിക്കും. ഈ പേരുകൾ നന്നായിട്ട് പഠിച്ചേക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് വരുന്നത്. പ്രസവത്തിന് ശേഷം കുട്ടീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ആ കുട്ടി വളരുന്ന ലിവിങ് കണ്ടീഷൻ നല്ല ഹാപ്പി ആയിട്ടുള്ള, നല്ല എന്താ പറയാ നല്ല അച്ഛനും അമ്മയും നല്ല കെയറിങ്ങോട് കൂടി ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം നന്നായിട്ട് വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ അവന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, നല്ല ബെറ്റർ ആയിരിക്കും. ഇനി ആ ലിവിങ് കണ്ടീഷൻ വളരെ മോശമാണ്, സ്ലംസ് ഓർ ചേരി പ്രദേശത്തൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെ ആവണോ, അവർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടണോ? ഇല്ല, അവർക്ക് ന്യൂട്രീഷൻസ് കിട്ടണമെന്നില്ല, അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഫിസിക്കൽ ഡെവലപ്മെന്റ്, അവരുടെ ചുറ്റുപാടുമുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെ പറഞ്ഞു. ചുറ്റുപാടും എന്തെല്ലാം കാര്യങ്ങൾ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലിവിങ് കണ്ടീഷൻ, അവൻ വളർന്നു വരുന്ന സാഹചര്യം. നല്ല ലിവിങ് കണ്ടീഷനിൽ വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ അവര് എന്താണ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഓക്കെ ആണ്, അവന്റെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. അത്രയും പ്രോപ്പർ ആയിട്ട് ലിവിങ് കണ്ടീഷൻ പ്രോപ്പർ അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്താ പറയാ ഒരു ചുറ്റുപാടത്ത് നല്ല, അല്ലെങ്കിൽ എന്താണ് അവന്റെ ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. പ്ലേസ് സ്പേസും എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇതാണെങ്കിൽ കുട്ടിയിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഹൈ ആയിരിക്കും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഫിസിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന മറ്റൊരു ഫാക്ടറാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് കെയർ ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ ഗ്രോത്ത് പ്രോപ്പർ ആയിരിക്കും. ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻസോ സംഭവിക്കുകയാണെങ്കിൽ അതും അവരുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. പാരന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നല്ല സ്നേഹത്തോട് തന്നെ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയോ, ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പാരന്റ്സിന് ഏറ്റവും കൂടുതൽ അവരുടെ ഫുൾ ടൈമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 4 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈവനിങ് മാത്രം അവരെ കൈ കിട്ടുള്ളൂ. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മേ ബി ഹോളിഡേസ്, അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിലോ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയും. സോ ഈ ടൈമിൽ ഇപ്പൊ നമ്മൾ ആ പറയുന്ന ചെറിയ പ്രായത്തിലുള്ള ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പാരന്റ്സിന് ആ ടൈമിൽ നമ്മൾ കുട്ടികളോട് നല്ല രീതിയിൽ എന്താണ് പ്രകടിപ്പിക്കുക, നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്ത് അവരുടെ ഓരോ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. പാരന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്.
സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ഒരു ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസും സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫാമിലി സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ് ഹിന്ദു ഫാമിലിയാണ് ഇഷ്ടം, ന്യൂക്ലിയർ ഫാമിലിയാണ് ഇഷ്ടം? സോറി, ജോയിന്റ് ഫാമിലിയാണ് ഇഷ്ടം, ന്യൂക്ലിയർ ഫാമിലിയാണ് ഇഷ്ടം? ജോയിന്റ് ഫാമിലി. കാരണം എന്താണെന്നറിയാമോ? ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ ഒരുപാട് മൂല്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, റെസ്പെക്ടിങ് എൽഡേഴ്സ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവർ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. ജോയിന്റ് ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടി ന്യൂക്ലിയർ ഫാമിലി, ഒരു അച്ഛൻ അമ്മ കുട്ടി മാത്രമുള്ള ഒരു ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ജോയിന്റ് ഫാമിലിയിലെ കുട്ടി പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടി പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആവണമെന്നില്ല. അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഫാമിലി സ്ട്രക്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്സ് ആൻഡ് കൾച്ചർ, സെക്സും കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ എന്താ പറയാ, പെൺകുട്ടികൾ ഭയങ്കര അടിച്ചമർത്തിയിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പെൺകുട്ടിയാണോ എന്ന് അവളെ പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവളെ കൊണ്ട് കാര്യമൊന്നുമില്ല, അവള് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പണ്ടത്തെ പാരന്റ്സിനുള്ളത്. പക്ഷെ ഇന്നത്തെ പാരന്റ്സിന് അങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ പാരന്റ്സിന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. രണ്ടുപേരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പാരന്റ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന പാരന്റ്സ്. സോ അപ്പൊ ആ ഡിഫറൻസ് പണ്ട് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കൾച്ചർ, അവർ ഫോളോ ചെയ്യുന്ന കൾച്ചറുകൾ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. സോറി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ആണ്. അവർ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഗ്രോത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിമെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അവനെന്താണ്, അവന് ഇന്റലക്ച്വൽ കൂടുതലായിരിക്കും, ബുദ്ധി വികാസം എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ബിക്കോസ് ഇൻക്വസ്റ്റിക് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകില്ലേ, അപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികൾ 4 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും, ടീച്ചർ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്, ടീച്ചർ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്, ഇതെന്താ ഈ കളറ്, അതെന്താ ആ കളറ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്, വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അങ്ങനെ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികളെ നോക്കി വെച്ചോ അവർ നല്ല മിടുക്കനായിട്ട് വളർത്താവും. ഞാൻ കുറച്ച് നാളത്തെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായതാണ്, ഏത് കുട്ടിയാണോ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ കുട്ടിയിലെ ഡെവലപ്മെന്റ് ഹൈ ആണ്. അവർ ഓരോ കാര്യങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവർ നമ്മളോട് തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സോ ഏത് കുട്ടിയാണ് വൈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജിജ്ഞാസ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികളിൽ ഡെവലപ്മെന്റ് കൂടുതലായി. സോ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ, നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന കുട്ടികളാണ്, സോ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക, ആൻസർ പറഞ്ഞു കൊടുക്കുക. ഇനി അറിഞ്ഞുകൂടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കൊടുക്കുക. എൻകറേജ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അവര് നല്ല ഫീഡ്ബാക്ക് കൊടുത്ത് എൻകറേജ് ചെയ്യുക. അതെപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും തോന്നുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറയാ, ഡെവലപ്മെന്റ് ഹെൽപ്സ് പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് എന്ന് പറഞ്ഞല്ലോ. അവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് ആണ്. എന്റെ കുഞ്ഞുമോൻ ഇളയമോൻ 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതല് വീട്ടിൽ എവിടെ പാത്രങ്ങൾ ഇരുന്നാലും അവൻ കൊണ്ടുവന്നിട്ട് ഡേ തരും. ഞാൻ അടുക്കളയിലാണെങ്കിൽ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ അവൻ വേഗം കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ആ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ കൊണ്ടുതരും. ഞാനത് എൻകറേജ് ചെയ്ത് വിട്ടു, വെരി ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞു താങ്ക് യു പറയും. അപ്പൊ അവരത് ഭയങ്കര എൻകറേജ്മെന്റ് ഉണ്ട്. ഇപ്പൊ എവിടെ ഒരു ചെറിയ സ്പൂൺ കടന്ന് ആദ്യം അങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ടു തന്നപ്പോൾ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്തിട്ടു. പിന്നീട് അവനിപ്പോ എവിടെ സ്പൂണും എവിടെ പ്ലേറ്റ് ഇരുന്നാലും അപ്പൊ കൊണ്ടുതരും. അപ്പൊ അവർ നമ്മൾ എന്ത് ചെയ്യാൻ പോസിറ്റീവ്ലി എന്ത് ചെയ്യാൻ തുടങ്ങുക, എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ്, ഡ്രാമറ്റൈസിങ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് ആണ്. പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാടും, അതേപോലെ അവന്റെ പ്ലേസ്,
പ്ലേ ടൈം, പ്ലേ സ്പേസ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് ഓക്കെയാണ്, അവരുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ടായിരിക്കും പോകുന്നത്. അതേപോലെ അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ, സെക്സ് ആൻഡ് കൾച്ചർ, ഇതെല്ലാം ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് പറയുന്നതാണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, അത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ്. അവർ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അവർ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ, അതേപോലെ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നുണ്ടോ, ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ എന്താണ് എൻകറേജ് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ. അതേപോലെ നമുക്ക് ഇവരുടെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മുതൽ ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ ലാസ്റ്റ് പോയിന്റ് വരെയും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ടാ, എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. നമുക്കറിയാം മോണ്ടിസോറി acknowledges the passive nature of the children. കുട്ടികൾ ഭയങ്കര പാസീവ് ആണെന്ന് പറയുന്നു. അവർ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ they go 1 minute, ക്യാമറ ഓൺ അല്ലേ? Okay. Montessori acknowledged the passive nature of the children. നമ്മൾ കുട്ടികളുടെ ഈ ഗ്രാസ്പിംഗ് നേച്ചർ മോണ്ടിസോറി എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. They go through a period of absorption from the environment. നമ്മൾ ഈ പറയുന്ന പീരീഡ് 3 to 6 years എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അവർ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഷീ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നത്, മോണ്ടിസോറി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്, ഈ ടൈമിലാണ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അവർ അക്യൂർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം she recognized the strong active nature of the child, allowing the child the freedom to choose their own activity voluntarily. നമുക്കറിയാം ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവരുടെ ഈ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവര് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിക്കുന്നതിലൂടെ മാത്രമാണ് അവർ നോർമൽ കുട്ടികളായിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് പറയാണ്, ഈ കുട്ടികൾക്ക് ഭയങ്കര പാസീവ് നേച്ചർ ആണ്, ഭയങ്കര കാര്യങ്ങൾ അക്യൂർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ ടൈമിൽ കുട്ടികൾ കാണിക്കുന്നത്. അവരുടെ പീരീഡ് ഓഫ് അബ്സോർപ്ഷൻ ആണിത്. ഒരു എൻവയോൺമെന്റിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഉള്ളൊരു കാര്യം കൊണ്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം. at the same time she recognized
നമ്മുടെ ഈ കുട്ടികളുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് ആക്റ്റീവ് നേച്ചറാണ്. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ ത്രൂ എന്ത് ചെയ്യണം, അവർക്ക് വർക്കുകൾ അവരെ കൊണ്ട് ഇഷ്ടമുള്ള വർക്കുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർ ആ വർക്കിൽ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് തന്നെ ചെയ്തോണ്ടിരുന്നോളൂ. സോ അതിലൂടെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ കുട്ടികളാക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള പോർഷൻ ഇത് നമുക്ക് പിന്നീടുള്ള ചാപ്റ്റേഴ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഇനി ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പീരീഡുകളും അതിന്റെ സ്റ്റേജസോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിന് ഒരാൾ റീഡ് ചെയ്യോ? ഓക്കെ, ആരും ഇല്ല റീഡ് ചെയ്യാൻ? Zone of development, period of ovum, conception to end the second week, period of embryo 2nd to 8th, tries to hold up the head steady 8 months until birth, sitting 2 to 5 months, crawling 5 to 8 months, standing with the support 8 to 12 months, walking 11 to 14 months, standing with the support can climb stairs 13 to 15 months, running 15 to 18 months. നമ്മള് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റിൽ ആദ്യം പറയുന്നത് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ കൺസ്യൂം ആയതിനു ശേഷം 2 ആഴ്ച വരെയുമുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീരീഡ് ഓഫ് എംബ്രിയോ 2nd to 8th month വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 8th week വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 8th week ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ദെൻ ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. അവർ ഏത് ടൈം മുതലാണ് അവരുടെ തല നേരെ വെക്കാൻ സ്റ്റഡി ആക്കി നിർത്താൻ നോക്കുന്നത് വെച്ചാൽ 8 months to until birth വരെയാണ് ആ ഒരു പ്രോസസ് നടക്കുന്നത്. പിന്നീട് അതേ ഒരു പ്രോസസ് നടക്കുന്നത് നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ ആദ്യം കുഞ്ഞു കുട്ടികളെ എടുക്കുന്ന സമയത്ത് പറയാറില്ലേ, തല ഉറച്ചിട്ടില്ല, ശ്രദ്ധിച്ചെടുക്കണം, കയ്യിൽ ഹോൾഡ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഹോൾഡ് ചെയ്യണമെന്ന്. ഇത് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നമുക്കറിയാലോ, ഒരു 2 മാസം വരെയൊക്കെ അവരുടെ തല ഉറച്ചിട്ടുണ്ടാവില്ല. ആ ടൈമിൽ നമ്മൾ ഹെഡിന് കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കുട്ടിയെ ഹോൾഡ് ചെയ്യാനായിട്ട്. ദെൻ സിറ്റിംഗ് പറയുന്നത് 5 months നോക്കിയാൽ മതി, ഇപ്പത്തെ സൈഡിൽ നോക്കിയാൽ മതി കേട്ടോ. സിറ്റിംഗ് എന്താണ്, 5 months കുട്ടികൾ ഇരിക്കാനായിട്ട് പറ്റും. ക്രൗളിംഗ് എന്ന് വെച്ചാൽ മുട്ടിലഴയാണ്, അതൊരു 8 months, 5 to 8 months. ചില കുട്ടികൾ നേരത്തെ എനിക്ക് ഡെവലപ്മെന്റ്, ചില കുട്ടികൾ 8 monthsനുള്ളിൽ അത് ക്രൗൾ ചെയ്ത് തുടങ്ങി ഇഴഞ്ഞു തുടങ്ങിയാൽ മതി. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു 12 മാസമൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയാൽ മതി കേട്ടോ. 8 to 12 monthsനുള്ളിൽ കുട്ടികൾ പിടിച്ചു നിൽക്കാറുണ്ട്, പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങിയാൽ മതി. വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു 11 to 14 months, 11 മാസം മുതൽ 14 മാസത്തിനുള്ളിൽ നടന്നു തുടങ്ങിയാൽ മതി. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലിംബ് ദ സ്റ്റെയർ. നമ്മൾ കുട്ടികളെ സ്റ്റെപ്പ് കയറാറുണ്ടോ, കൈ പിടിച്ചതിന്റെ മുകളിലേക്ക് ഓരോ സ്റ്റെപ്പ് കയറാറുണ്ടോ? അത് ആ ടൈം എന്ന് പറയുന്നത് ഒരു 13 മുതൽ 15 മാസത്തിനുള്ളിൽ മതി. ദെൻ റണ്ണിങ്, അവര് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഒരു 18 months മുതൽ കുട്ടികൾ ഓടാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതൊക്കെയാണ്, ഈ ഒരു പീരീഡുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ഓവം മുതൽ ഈ ഒരു ടൈം വരെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ലൈഫ് എന്താണ്, പീരീഡ് ഓഫ് ഓവം എന്താണ്, പീരീഡ് ഓഫ് എംബ്രിയോ എന്താണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? മാം, ഒരു ഡൗട്ട്. ലക്ഷ്മി പറഞ്ഞു. മതിയോ? ജസ്റ്റ് 1 minute, രശ്മി പറഞ്ഞോടാ. ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ സ്റ്റഡി ഹെഡ് സ്റ്റഡി എന്ന് പറഞ്ഞില്ലേ, അത് 8 months അണ്ടിൽ ബർത്ത് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തോ? അത് കുട്ടികളില്ലേ, നമ്മള് ഫീറ്റസ്, നമ്മള് എന്താ പറയാ, ഗർഭപാത്രത്തിലാവുമ്പോ മുതൽ അവർ ഈ തല ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അണ്ടിൽ ബർത്ത്. അത് 2 മാസം വരെയും വരാറുണ്ട്. ജനിച്ച് ബർത്ത് കഴിഞ്ഞ 2 months വരെയും മിക്ക കുട്ടികളിലും ആ ഹെഡ് പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. അതങ്ങനെയാണ്, 2 months വരെ അത് വരാറുണ്ട് കേട്ടോ. ഗർഭപാത്രത്തിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. അത് ഗർഭപാത്രത്തിനകത്തുള്ള ഓക്കെ, ശരി.
അതും കഴിഞ്ഞ് 2 മാസം കൂടി എടുക്കാറുണ്ട് കുട്ടികൾ പ്രോപ്പറായിട്ട് ഹെഡ് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു അല്ലെങ്കിൽ പൊക്കി നോക്കാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുക്കാറുണ്ട് സാധാരണയായിട്ട്. ജാൻസി പറഞ്ഞോടാ. മിസ്സേ സാൻഡ് പേപ്പർ വർക്ക് ക്ലാസ് റൂമിൽ വന്നിട്ട് നമ്മള് സബ്മിറ്റ് ചെയ്താൽ പോരെ? മതി, ഓൺലൈനിൽ ഒന്നും സബ്മിറ്റ് ചെയ്യല്ലേട്ടാ. ചെയ്തോ? ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, എന്നാണോ? ബിഫോർ 15 മിസ് പറഞ്ഞിരുന്നേ. 15th ആണ് പറയുന്നത്. അന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാം ചെയ്തിട്ടുണ്ട്. എന്നാ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്റെ മോളുണ്ട് അടുത്ത്, ഇപ്പൊ ക്ലാസ്. ഒരു മിനിറ്റ്. അതെ കേട്ടോ, എക്സാം മിന്നു എക്സാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണോട്ടെ മിന്നു. മാം ക്യാമറ ഓൺ ചെയ്ത് കാണിക്കട്ടെ? ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് കാണിക്കുന്നത് ബാക്കിയുള്ള കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ ചെയ്യാനായിട്ടുള്ളവർക്ക്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ക്യാമറ ഓൺ ആണോ? ക്യാമറ ഓൺ ആണ്, പക്ഷെ ഓക്കെ കാണാട്ടോ. ഇപ്പൊ കാണുന്നില്ല. കാണാട്ടോ. മോള് ഓർഡറിൽ വെച്ചിരുന്നു. മോള് വന്നിട്ടെല്ലാം കൂടി അലമ്പായി. കുഴപ്പമില്ലാടാ, കാണിച്ചാൽ മതി കുട്ടികളെ. അത് ക്യാപിറ്റൽ ലെറ്റർ ചെയ്തതാണ്. നന്നായിട്ടുണ്ട്. സാൻഡ് പേപ്പറിൽ തന്നെ സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്ത്. ഇതേപോലെ എന്താ ചെയ്യേണ്ടത്? സ്മോൾ ലെറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം കേട്ടോ. 15th പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മതിയാക്കാം. ഞാൻ അത് കണ്ടിട്ടുണ്ടാവോന്ന് അറിഞ്ഞോന്നല്ലോ. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മിസ്സേ. അറിഞ്ഞോ? എന്തോ സൈൻ ഔട്ട് അല്ലേ ഞാനാ? I extend my heartfelt thanks to our respected Miss Avarnamis for conducting today's class and extended her wisdom to us. I think this class was very interesting and encouraging to us. So I express my gratitude to our teacher and all those who are participating. Thank you all. താങ്ക് യു. ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു 6 കുട്ടികളുള്ളൂ, പക്ഷെ എല്ലാവരും ജോയിൻ ചെയ്തു. അപ്പൊ എല്ലാവരും ക്ലാസ് മിസ്സാക്കാതെ തന്നെ കാണാം. കാരണം ഓൺലൈൻ ലൈവ് ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവും. കാരണം കുറെ കുട്ടികൾ പറയാറുണ്ട് ക്ലാസ് മിസ്സാവുന്നുണ്ട്, ട്രെയിനിങ്ങിന് പോവാണ്, പോർഷൻസ് ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുന്ന അത്ര താല്പര്യമില്ല. ചില ലൈവ് ക്ലാസ് കണ്ടവർക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് പറയാറുണ്ട്. മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ കാണാൻ നോക്കുക. എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണ് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് കാണാം. അതേപോലെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാൽ പോലും ആക്ടിവിറ്റീസ് തരുന്നത്, ക്ലാസ്സിൽ തരുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. വൈവേയുടെ സമയത്ത് ഞാനത് ചെയ്തിട്ടില്ല മിസ്സേ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയുടെ മാർക്ക് ഒറ്റയടിക്ക് കുറയ്ക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ റെക്കോർഡുകൾ ഉണ്ട്, നിങ്ങൾക്ക് 5 റെക്കോർഡുകൾ ഉണ്ട് ചെയ്യാനായിട്ട്. 5 റെക്കോർഡിന് മാർക്ക് ഉണ്ട്, 100 മാർക്സ് ആണ്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് വെച്ചിട്ടാണ്. റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറാം, റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യാം, അതിനൊക്കെ മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am.